അപ്പോൾ നോക്കുമ്പോൾ ഇവിടെ ഡോക്ടറുടെ കാറ് പാർക്ക് ചെയ്ത് പോയിട്ടുണ്ട്. ഇവിടെ ഫ്രണ്ടിൽ തന്നെ ഡിസബിലിറ്റി പാർക്കിംഗ് കണ്ടു. ഹലോ, ഷിഹാബാണ്. ഞാനൊരു കാര്യം കണ്ടപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് പങ്കുവെക്കണമെന്ന് തോന്നി, അതുകൊണ്ടാണ് കേട്ടോ. മോൾക്ക് നല്ല പനി ആയതുകൊണ്ട് പെട്ടെന്ന് ഏതാണ് ഡോക്ടർ എന്ന് അന്വേഷിച്ചാണ് മലബാറിലേക്ക് എത്തിയത്, മഞ്ചേരി മലബാർ ഹോസ്പിറ്റലിലേക്ക്. അപ്പോൾ നമ്മൾ കാറുമായിട്ട് വരുന്ന സമയത്ത് ഇവിടെ ഫ്രണ്ടിൽ തന്നെ ഡിസബിലിറ്റി പാർക്കിംഗ് കണ്ടു. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കിവിടെ പാർക്ക് ചെയ്ത് പെട്ടെന്ന് മോളെയും കൊണ്ട് അകത്തേക്ക് പോകാനുള്ളൊരു പ്ലാനിലായിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ ഇവിടെ ഡോക്ടറുടെ കാറ് പാർക്ക് ചെയ്ത് പോയിട്ടുണ്ട്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. കാരണം ഒരു സാധാരണ ഇതിനെക്കുറിച്ച് അറിവില്ലാത്ത ഒരാളാണ് ഇങ്ങനെ പാർക്ക് ചെയ്ത് പോയതെങ്കിൽ നമുക്ക് തീരുമാനിക്കാം, കുഴപ്പമില്ല, അദ്ദേഹത്തിന് ഇത് വായിക്കാത്തതുകൊണ്ടോ ശ്രദ്ധിക്കാത്തതുകൊണ്ടോ ആയിരിക്കും എന്നുള്ളത്. പക്ഷേ ഇവിടെ സ്ഥിരമായിട്ട് വരുന്ന ഒരു ഡോക്ടർക്ക്, അതായത് ഡോക്ടറുടെ കടമ എന്ന് പറയുന്നത് രോഗിയെ പരിചരിക്കുക എന്ന് മാത്രമല്ല, അല്ലേ, ഒരു സമൂഹത്തിന് മാതൃകയാകേണ്ട ഒരു വ്യക്തി ഡിസേബിലിറ്റി പാർക്കിങ്ങിൽ കാറ് പാർക്ക് ചെയ്ത് ജോലിക്ക് പോയിരിക്കുന്നു. അപ്പോൾ എനിക്ക് കുഴപ്പമില്ല, കുറച്ച് അങ്ങോട്ട് മാറ്റി കാറ് പാർക്ക് ചെയ്താലും വീൽ ചെയറിൽ വന്നിട്ട് എനിക്ക് അകത്ത് കയറാൻ പറ്റും. ഞാൻ അത്ര ഒരു വെയിറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ എന്നെപ്പോലെ അല്ലാത്തൊരാൾക്ക് ഇങ്ങനൊരു പാർക്കിംഗ് വരുമ്പോൾ വേറെ ഇനി പാർക്കിംഗ് അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് എത്ര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാനതൊരു പരാതിയായിട്ട് പറയുമെന്നല്ല, ഇത്തരം ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ അല്ലേ ഞങ്ങളെപ്പോലുള്ള ആളുകൾക്കും നിങ്ങളുടെ കൂടെ ജീവിക്കാനും ഞങ്ങളും ഈ ഭൂമിയുടെ അവകാശികളാണെന്നൊക്കെ ഒരു തോന്നലുണ്ടാവുള്ളൂ. അപ്പോൾ അത്തരം ചെറിയ കാര്യങ്ങളിൽ വലിയ ശ്രദ്ധ നിങ്ങൾക്ക് ഉണ്ടാകണമെന്ന് ഞാനിന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. സ്വാഭാവികമായിട്ടും ഒരുപാട് ആളുകളുണ്ട് നമ്മളെപ്പോലെയുള്ളവർ, അവർക്ക് വേണ്ടി ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് കൂടി ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതം അർത്ഥമുള്ളതായിട്ട് മാറുന്നതും നിങ്ങൾ നല്ലൊരു ഡോക്ടർ ആവുന്നതും. ഓക്കെ.